മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതി വിധിയുടെ വിശദാംശങ്ങൾ 24-ന്. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ ഡിഎഫ്ഒയുടെ നടപടി നിയമപരം, തടികൾ സർക്കാരിന്റേതല്ലെന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വയനാട് അഡീഷണൽ ജില്ലാ കോടതിയുടെ ഉത്തരവിലുണ്ട്. പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നൊപ്പം എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം പ്രസാദ് കാളിദാസനിലേക്ക്. കാളിദാസ്, ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നു. അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ പ്രതികൾക്ക് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന, അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ഗൂഗിൾ അതുതന്നെയാണ്. പ്രതികൾക്ക് കൂടുതൽ അല്ലെങ്കിൽ പ്രതികളെ കൂടുതൽ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പകർപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ തന്നെയാണ്, വിശദാംശങ്ങൾ തന്നെയാണ് ഈ ഒരു അപേക്ഷ, പ്രതികളുടെ അപ്പീൽ അപേക്ഷ തള്ളിയ ആ കോടതി വിധിയുടെ വിശദാംശങ്ങളിൽ ഉള്ളത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഈ തടികൾ കണ്ടുകെട്ടിയതിനെതിരെ പ്രതികൾ നൽകിയ ആ അപ്പീൽ തള്ളുകയായിരുന്നു വയനാട് കോടതി. അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാദങ്ങളൊന്നും, അതായത് പ്രതികളുടെ വാദങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല എന്ന് തന്നെ കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു തള്ളിയ ഈ ഒരു അപേക്ഷയിൽ അതിന്റെ വിശദാംശങ്ങളിൽ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ ഡിഎഫ്ഒയുടെ നടപടി നിയമപരം തന്നെ എന്ന് തന്നെ അറിയിക്കുന്നു. തടികൾ സർക്കാരിൻ്റെതല്ലെന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പ്രതികൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ കടുപ്പമേറിയതാകും എന്നുള്ള സൂചനകൾ തന്നെയാണ്. പ്രതികൾ കൂടുതൽ കുരുക്കിലാകുന്നു, പ്രതികൾ കൂടുതൽ വെട്ടിലാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശദാംശങ്ങൾ വായിച്ചതിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തടിക്കച്ചവടത്തിന് ലൈസൻസ് ഉണ്ടെന്ന വാദവും പ്രതികൾക്ക് തെളിയിക്കാനായിട്ടില്ല എന്നുള്ളത് കാര്യം കൂടിയുണ്ട്, ഗൗരവമേറിയ കാര്യമാണ്. നിലവിലുള്ള നിയമങ്ങൾ, സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും കൊണ്ട് മറികടക്കാനാവില്ല എന്നും കൂടിയാണ് കോടതി പറയുന്നത്. വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിരിക്കുന്നു കോടതി. അപ്പോൾ അത്തരത്തിലുള്ള ഗൗരവമേറിയ വിശദാംശങ്ങളുടെ പകർപ്പാണ് 24 ന്യൂസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസ് നമുക്കറിയാം, അത് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു, നടപടികളെല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അവസാനം കോടതിയെ ഒരു നടപടി ഉണ്ടായതാണ് ഈ ഒരു പ്രതികളുടെ അപ്പീൽ അപേക്ഷ തള്ളിയ നടപടി. ആ തള്ളിയ നടപടിയുടെ കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ, ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗോകുൽ, പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.